എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. അതിനുവേണ്ടി ആദ്യം 3 വലിയ സവാള സ്ലൈസായിട്ടരിഞ്ഞ് കുറച്ച് എണ്ണയിൽ ഗോൾഡൻ ബ്രൗൺ ആകും വരെ വറുത്തെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി സവാള വറുത്ത അതേ പാത്രം തന്നെ ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. നിങ്ങൾക്ക് എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് എടുത്തു മാറ്റാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 കറുവപ്പട്ട, 2 ഗ്രാമ്പു, 3 ഏലയ്ക്ക ഇതെല്ലാം കൂടിയിട്ട് അല്പം ചൂടാക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 6 വെളുത്തുള്ളി അല്ലി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഇതെല്ലാം കൂടിയിട്ട് 1 മിനിറ്റ് മൂപ്പിക്കുക. അതിലേക്ക് 1 മീഡിയം തക്കാളി ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് കട്ടയുടച്ച് ചേർത്ത് എണ്ണ തെളിയും വരെ വഴറ്റുക. നന്നായിട്ട് വഴഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിടുക. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്താലും മതി. അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള വറുത്ത് കോരിയ ഉടനെ അല്പം ചൂടോടെ കൈകൊണ്ട് ക്രഷ് ചെയ്താൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടിളക്കി കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ 3 മുട്ട പുഴുങ്ങിയത് നെടുകെ മുറിച്ച് ചേർക്കുക. പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുക. നമ്മുടെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.